അറേബ്യൻ രാജ്യങ്ങൾ ഇറാന് നഷ്ടപരിഹാരം നൽകണമെന്ന് UN സഭയിൽ ഇറാന്റെ പ്രതിനിധി ആവശ്യപ്പെട്ടു. തങ്ങൾ ഒരു യുദ്ധത്തിന് ബലിയാടാവുകയായിരുന്നു. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് അറേബ്യൻ രാജ്യങ്ങളാണ്. അതുകൊണ്ട് തങ്ങൾക്ക് നഷ്ടമുണ്ടായിരിക്കുന്ന ഭാഗം വീതം വെച്ചുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിലുള്ള ഒരു അന്വേഷണ കമ്മീഷനെ തങ്ങൾ നിയമിച്ചിട്ടുണ്ട് എന്നുള്ളതും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തങ്ങൾക്കുണ്ടായിരിക്കുന്ന നഷ്ടം അറേബ്യൻ രാജ്യങ്ങൾ വകവെച്ച് നൽകണം എന്നുമാണ് ഇറാൻ ആവശ്യപ്പെട്ടത്. ഇതോടെ ഈ നഷ്ടപരിഹാരവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം മറ്റൊരു തലത്തിലേക്ക് നീങ്ങിയാണ്. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് UN സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടറസിന് അറേബ്യൻ രാജ്യങ്ങൾ ഒരു കത്തയച്ചിരുന്നു, അല്ലെങ്കിൽ ചില പരാതികൾ പറഞ്ഞിരുന്നു. അതിൽ ബഹ്റൈൻ, സൗദി അറേബ്യ, ഖത്തർ, UAE, ജോർദാൻ എന്നീ രാജ്യങ്ങളാണ് അവർ ഇറാന്റെ കയ്യിൽ നിന്ന് നഷ്ടപരിഹാരം വാങ്ങി തങ്ങൾക്കുണ്ടായിരിക്കുന്ന നഷ്ടം നികത്തണം എന്ന് പറഞ്ഞത്. അതിൽ ജോർദാന്റെ പേര് വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സാധാരണഗതിയിൽ ഇത്തരം വിഷയത്തിലൊന്നും ജോർദാന്റെ പേര് വരാറില്ല. പക്ഷെ ജോർദാനും അവരുടെ അറേബ്യൻ രാജ്യങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് ഇത് ആവശ്യപ്പെട്ടു. ഈ ആവശ്യം ഉന്നയിച്ചതോടുകൂടി നഷ്ടപരിഹാര ആവശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇറാന്റെ അംബാസിഡർ അമീർ സെയ്ദ് ജറാവ് അത് നിരസിക്കുകയും ചെയ്തു. എന്ത് മണ്ടത്തരമാണ് നിങ്ങൾ ഈ പറയുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം. തങ്ങളുടെ രാജ്യത്തെ ആശുപത്രി, ചാനലിൻ്റെ ഓഫീസുകൾ, റിഫൈനറി, വൈദ്യുത നിലയം, റെയിൽവേ സ്റ്റേഷന്, സൈനിക ആസ്ഥാനം, മന്ത്രിമാരുടെ മന്ദിരമടക്കം രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ വിലപിടിപ്പുള്ള സർവ്വ മേഖലയും തകർക്കാൻ വേണ്ടി കൂട്ടുനിന്നവരാണ് അറേബ്യൻ രാജ്യങ്ങൾ. തങ്ങളല്ല യുദ്ധം ചെയ്തത്, തങ്ങൾക്ക് നേരെ അവരാണ് യുദ്ധം ചെയ്തത്. അവർ സൗകര്യം ഒരുക്കി കൊടുത്തു എന്നാണ് പറയുന്നത്. താവളം നൽകുകയും സൗകര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്തുകൊണ്ട് അമേരിക്കയെ തൃപ്തിപ്പെടുത്തി അവർ ആ മേഖലയിൽ ഇരുന്നു കൊണ്ട് തങ്ങളുടെ രാജ്യത്തെ ആക്രമിച്ചു. ആയതിനാൽ തന്നെ തങ്ങൾക്കുണ്ടായിരിക്കുന്ന നഷ്ടവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ പൂർണ്ണമായിരിക്കുന്ന ഉത്തരവാദിത്തം അറേബ്യൻ രാജ്യങ്ങൾക്കാണ്. സൗദി അറേബ്യ, UAE, ഖത്തർ, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഈ നഷ്ടം നൽകണം എന്ന് പറഞ്ഞു. അതിലിപ്പോൾ കുവൈറ്റ്, ഒമാൻ ഈ രണ്ട് രാജ്യങ്ങളുടെ പേര് അതിൽ പറഞ്ഞിട്ടില്ല. ശരിക്കും കുവൈത്തിൽ നിന്ന് ആക്രമണം ഉണ്ടായിട്ടുണ്ട്. എന്താണ് കുവൈത്തിൻ്റെ പേര് പരാമർശിക്കാത്തത് എന്നതിനെക്കുറിച്ചുള്ള വിവരം കിട്ടിയിട്ടില്ല. അപ്പോൾ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: സമാനമായിരിക്കുന്ന സ്ഥിതികൾ പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ടല്ലോ, തങ്ങൾ അതിന് അവകാശികളാണ്. അത് ഇറാൻ പറയുന്നതാണ്. അതിന് രണ്ട് ഉദാഹരണം അവർ പറഞ്ഞു. ഒന്ന്, ഹോളോകോസ്റ്റ് കാലത്ത് രണ്ടാം ലോക യുദ്ധത്തോടനുബന്ധിച്ച് ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്തിരുന്നു അഡോൾഫ് ഹിറ്റ്ലർ. അങ്ങനെ ഈ ജർമ്മനിക്കെതിരെ നഷ്ടപരിഹാരത്തിന് വേണ്ടി ജൂതന്മാർ കേസ് കൊടുക്കുകയും അതിൽ വിധി പറയുകയും ചെയ്തു. അതിൽ നിന്ന് ലഭ്യമായിരിക്കുന്ന പണം കൊണ്ടാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ പ്രാഥമികമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവർ നിർവഹിച്ചത്. അതായത് ഈ രാജ്യം കെട്ടിപ്പടുക്കാനുള്ള ആരംഭം കുറിക്കപ്പെട്ടത് ഇവിടുന്ന് കിട്ടിയ നഷ്ടപരിഹാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് പറയപ്പെട്ടത്. ഞങ്ങളുടെ മുൻ തലമുറയെ കൂട്ടക്കൊല ചെയ്തതിന് തങ്ങൾക്ക് നഷ്ടം വേണമെന്നും തങ്ങൾക്ക് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം സൃഷ്ടിക്കാൻ വേണ്ടി തങ്ങളത് ഉപയോഗിക്കും എന്നും പറഞ്ഞിട്ടാണ് അന്താരാഷ്ട്ര കോടതിയിലെല്ലാം ഈ ഇസ്രായേലിൻ്റെ പ്രതിനിധികൾ ബ്രിട്ടനുമായി സംയുക്തമായി ചേർന്നുകൊണ്ട് പരാതി നൽകി അങ്ങനെ വിധി പറഞ്ഞു. അതാണ് ഒന്ന്. രണ്ടാമത്, ഇറാഖ് യുദ്ധകാലത്ത് ഇറാഖും കുവൈത്തും തമ്മിൽ യുദ്ധം ഉണ്ടായതോട് കൂടിയിട്ട് പിന്നെ ഇറാഖിൻ്റെ ഭരണം അട്ടിമറിച്ചു. സദ്ദാം ഹുസൈൻ ഭരണം പിടിച്ചെടുത്ത് നമുക്കറിയാം. അമേരിക്ക ഭരണം പിടിച്ചെടുത്ത് നമുക്കറിയാം. പിന്നീട് എന്തുണ്ടായി? ലോകത്തിലെ ഏറ്റവും വലിയ വിപണി ആയിരുന്നു, പെട്രോളിയത്തിൻ്റെ വിപണിയിൽപ്പെട്ടതായിരുന്നു ഇറാഖ് എന്ന് പറയും. സൗദി അറേബ്യ കഴിഞ്ഞാൽ പിന്നെ 2ാം സ്ഥാനത്തോ 3ാം സ്ഥാനത്തോ ഇറാഖാണ് വരുന്നത്. പിന്നെ അവിടെ യുദ്ധവും കെടുതിയും പ്രശ്നങ്ങളും ആയതുകൊണ്ടാണ് സാമ്പത്തികപരമായ രീതിയിൽ അഭിവൃദ്ധി ഉണ്ടാക്കാൻ ആ രാജ്യത്തിന് സാധിക്കാതെ പോയത്. അപ്പോൾ സദ്ദാം ഹുസൈൻ്റെ കാലം കഴിഞ്ഞതോട് കൂടിയിട്ട് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നതിന് നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കുകയും എന്നിട്ട് അതിൽ നിന്ന് പണം വാങ്ങി അതിൻ്റെ നഷ്ടം ആ രാജ്യത്തു നിന്നുള്ള തൊഴിലാളികൾക്കും ഇറാഖ് കാരണത്താൽ പ്രയാസമുണ്ടായിരിക്കുന്നവർക്കും നഷ്ടപരിഹാരമായിട്ട് നൽകുകയും ചെയ്തു. അത് ഇസ്രായേലിന് പോലും കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കാരണം ഇസ്രായേലിലേക്ക് 40-ലധികം മിസൈലുകളൊക്കെ സദ്ദാം ഹുസൈൻ ആ കാലത്ത് വിട്ടിട്ടുണ്ട്. ഈ കുവൈത്തിൻ്റെ അകത്ത് ജോലി ചെയ്ത ഏകദേശം അന്ന് 1,25,000 ഇന്ത്യക്കാർ ജോലി ചെയ്തിരുന്നു അന്നത്തെ കാലത്ത്. അത്രയും ആളുകൾക്ക് 3 ലക്ഷം, ഇന്ത്യയുടെ 3 ലക്ഷം രൂപ വീതം അവർക്ക് പണമായിട്ട് ലഭിച്ചിട്ടുണ്ട്. മറ്റു ലോക രാജ്യത്തുള്ള എല്ലാ തൊഴിലാളികൾക്കും ഇങ്ങനെ പണം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സമാനമായ രീതിയിൽ ഞങ്ങൾക്ക് നഷ്ടം തരണം. കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആക്രമിക്കാൻ പോയിട്ടില്ല, ഞങ്ങൾക്ക് യുദ്ധം ഇഷ്ടമില്ല, ഞങ്ങളെ നേരെ ആക്രമണം നടത്തി ഭീമമായിരിക്കുന്ന നഷ്ടങ്ങൾ ഞങ്ങൾക്കുണ്ടായി. ഞങ്ങളുടെ ആത്മീയ നേതാവ് കൊല്ലപ്പെട്ടു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കുട്ടികളെ 168ഓളം കുട്ടികളെ മിനാബ് ദുരന്തത്തിലൂടെ അവർ കൊലപ്പെടുത്തി. അങ്ങനെ നികത്താനാവാത്ത, പരിഹരിക്കാൻ പറ്റാത്ത വിധം നാശങ്ങളും നഷ്ടങ്ങളും അനാവശ്യമായിട്ട് ഉണ്ടാക്കിയത് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായ രീതിയിൽ ചേർന്നാണ്. ഇവരാണ് അതിന് ഒത്താശ കാര്യങ്ങൾ ചെയ്തത്. അത് നൽകണമെന്നുള്ളതാണ് ഇപ്പോൾ വിഷയം എന്ന് പറയുന്നത്. ഇതിന് കൃത്യമായ രീതിയിലൊരു നഷ്ടപരിഹാരം വളരെ പെട്ടെന്ന് നൽകും എന്ന്
യു എന്നിൽ നിന്ന് അങ്ങനെ ഒരു പ്രമേയമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ഇറാൻ ഈ നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത് ഭാവിയിൽ അറേബ്യൻ രാജ്യങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നും വിലയിരുത്തുന്നു. അതിൻ്റെ കാര്യം ഏറെക്കുറെ യുദ്ധവിരാമത്തിന് സാധ്യതകൾ വിലയിരുത്തുന്നു. ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ അമേരിക്കയ്ക്ക് സാധിക്കില്ല. ലക്ഷ്യത്തിലെത്തിക്കാനോ ജയിക്കാനോ സാധിക്കാത്ത ഒരു യുദ്ധത്തിൻ്റെ മുൻപിലൂടെ അടിഭാഗം പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഏനാമ്പൈ ചെല്ലുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല എന്നുള്ളത് അമേരിക്കയുടെ ഇൻ്റലിജൻസിൽ തന്നെ ട്രംപിനോട് പറഞ്ഞിരിക്കുന്നത്. വിജയിക്കാത്തൊരു യുദ്ധത്തിലാണ് നമ്മളുള്ളത്. നഷ്ടത്തിൻ്റെ കണക്കുകൾ മാത്രമേ നമുക്ക് പറയാനുള്ളൂ. നമ്മുടെ പൗരന്മാർ അറേബ്യൻ രാജ്യങ്ങളിൽ ഇപ്പോൾ ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല. എംബസി കോൺസുലേറ്റ് പ്രവർത്തിക്കുന്നില്ല. അവരുടെ സ്ഥാപനങ്ങൾ അവരുടെ സാമ്പത്തിക മേൽക്കോയ്മയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പണം ചെലവാക്കിയിട്ട് ഈ ഷെയർ പാർട്ട്ണർഷിപ്പോട് കൂടി പ്രവർത്തിക്കുന്ന സർവ്വ മേഖല പൂട്ടിക്കിടക്കുന്ന സ്ഥിതിയാണ്. അവരുടെ VIP മേഖലയിൽ താമസിക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, രാജ്യത്തിലെ പൗരന്മാരുടെ ഏറ്റവും ഇടുങ്ങിയ ഈ റൂമിൻ്റെ അകത്ത് താമസിക്കേണ്ട ഗതികേടിലേക്ക് അമേരിക്ക മാറിയിരിക്കുന്നു. ഇത് കൂടുകയല്ലാതെ കുറയാൻ സാധ്യതയില്ല. ഒന്നുകിൽ ഈ വിജയം എന്ന് പറയുന്നത്, ഈ യുദ്ധത്തിലെ വിജയം എന്ന് പറയുന്ന സമയത്ത് 4-5 ദിവസം കൊണ്ട്, കൂടി വന്ന 6 ദിവസം കൊണ്ടൊക്കെ ഉണ്ടാവേണ്ടതാണ്. വിജയിക്കുന്ന യുദ്ധമാണോ അല്ലേ എന്ന് മനസ്സിലാക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും. ഇറാൻ്റെ ഇത് വിജയിക്കുന്ന യുദ്ധമല്ല. ഇതാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അമേരിക്ക ഏറെക്കുറെ ഒഴിഞ്ഞു മാറും, കൈ ഒയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഇറാൻ പറയപ്പെട്ട കാര്യങ്ങൾ അവിടെ നിലനിൽക്കും. ഞങ്ങൾക്ക് നഷ്ടപരിഹാരം വേണമെന്നുള്ളത്. അപ്പോൾ വലിയ നഷ്ടങ്ങൾ അറേബ്യൻ രാജ്യങ്ങൾക്ക് ഇറാൻ്റെ ആക്രമണത്താൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൃത്യമാണ്. അത് ലോകത്തിന് അറിയാവുന്നതാണ്. അതിൻ്റെ സാമ്പത്തിക നഷ്ടം എത്രയെന്ന് കൂട്ടാൻ പോലും പറ്റാത്ത വിധം വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അമേരിക്കക്ക് അതിനേക്കാൾ വലിയ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് യുദ്ധത്തിൻ്റെ ഇനി ഭാവിയിൽ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ നേരിട്ട് കൊണ്ട് ഒരിക്കലും അമേരിക്ക ഇടപെടില്ല എന്നുള്ളത് കൃത്യമാണ്. അങ്ങനെ അവർക്ക് കൈപൊള്ളും. അപ്പോൾ പിന്നെ അവിടെ മേധാവിത്വം ഇറാനിലേക്ക് വരും. ഇറാൻ സംസാരിക്കുന്നത് ലോകം ശ്രദ്ധിക്കും. ഇറാൻ്റെ പിറകിൽ സൈന്യമുണ്ട് എന്ന് ലോകത്തിന് അറിയാവുന്നതാണ്. സൈന്യവും തന്ത്രവും യുക്തിയും ആയുധവും അത് പ്രയോഗിക്കാൻ പറ്റിയ സംവിധാനങ്ങളും ഉള്ള ഒരു രാജ്യത്തിൻ്റെ പേരാണ് ഇറാൻ എന്ന് പറയുന്നത്. മാത്രവുമല്ല, അവിടെയുള്ള സൈനികരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മരിക്കാൻ താല്പര്യമുള്ളവരാണ് എന്നുള്ളത് യുദ്ധത്തിൻ്റെ കാഠിന്യം വർദ്ധിപ്പിക്കുന്നതാണ്. അതിന് മുൻപിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും സാധിക്കും. ഇപ്പോൾ തന്നെ ഈ യുദ്ധത്തോടനുബന്ധിച്ച് ആഭ്യന്തര വിഷയങ്ങളൊക്കെ ഉണ്ടാവുമെന്നൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് സ്വപ്നം കണ്ട് കാത്തിരുന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹു. ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, യുദ്ധം കഠിനമായപ്പോൾ അമേരിക്കയും ഇസ്രായേലും വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്തുകയും അവിടെ സൈനിക കമാൻഡർ അടക്കമുള്ള ഉന്നത ആളുകളെ കൊലപ്പെടുത്തുകയും ചെയ്തപ്പോൾ അവിടെയുള്ള ജനങ്ങൾ, ഇറാനിലെ പൗരന്മാർ, ഏകദേശം 3 ലക്ഷത്തിലധികം ആളുകൾ ഇറാൻ്റെ സൈനികർക്കൊപ്പം ചേരാൻ സൈനിക വേഷം, സൈനിക യൂണിഫോം അണിയാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വന്നു. മറ്റുള്ള രാജ്യത്തേക്ക്, അതായത് ഇസ്രായേൽ അടക്കമുള്ള രാജ്യത്തിലെ സൈനികർ തങ്ങളെ യുദ്ധത്തിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ യുദ്ധത്തോട് താല്പര്യമില്ല, മരണത്തെ കാണുന്ന യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത്, വിജയിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങളിതിനെ ഒഴിവാക്കണമെന്ന് പറയും. എന്തെങ്കിലും പരിക്കേറ്റിരിക്കുന്ന സൈനികരൊക്കെ 2ാം ഘട്ടത്തിൽ അതിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത വിധം അവർ എഴുതി കൊടുക്കുകയാണ്. മാത്രമല്ല പല സൈനികരും ഇപ്പോൾ ജയിലാണ് എന്നുള്ളതാണ്. യുദ്ധത്തിന് തയ്യാറല്ലെങ്കിൽ പിടിച്ച് ജയിലിടുന്ന രീതികൾ. ഈ ഒരു ദയനീയ അവസ്ഥയിലേക്ക് ഇസ്രായേൽ മാറുന്നു. അമേരിക്ക അങ്ങനെയൊക്കെ തന്നെയാണ്. അമേരിക്കയുടെ സൈനികരിൽ പല ആളുകളും മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തിന് താല്പര്യമില്ല എന്ന് എഴുതി കൊടുത്തവരാണ്. അമേരിക്ക സ്വീകരിച്ചോ ഇല്ല എന്നുള്ളതൊക്കെ മറ്റൊരു വശം. ഇറാന് നേരെ തിരിച്ചാണ്, ഞങ്ങളൊന്ന് സ്വീകരിക്കൂ, ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ്, ഷഹീദാൻ തയ്യാറാണ്, മരിക്കാൻ തയ്യാറാണ്, ഞങ്ങൾക്ക് അവരുമായിട്ട് യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് 3 ലക്ഷം ആളുകൾ വന്നു എന്ന് പറയുമ്പോൾ നിസ്സാരമല്ല. അപ്പോൾ അവരുമായിട്ടാണ് ഏറ്റുമുട്ടേണ്ടത്. അപ്പോൾ വലിയ രീതിയിലുള്ള സൈനിക ബലവും ശക്തിയും ഇറാൻ്റെ പിറകിലുണ്ട് എന്നുള്ളത് കൃത്യമായി. മാത്രമല്ല ചൈനയും റഷ്യയും എന്ത് തരത്തിലുള്ള സഹായം ഇറാന് വേണ്ടി ചെയ്തു കൊടുക്കും എന്നുള്ള കാര്യം ഉറപ്പായി. അങ്ങനത്തെ ഒരു പിൻബലമുള്ള ഒരു രാജ്യം എന്ന നിലക്ക് ഇറാന് എടുക്കുന്ന നിലപാടുകളും ഇറാൻ്റെ അഭിപ്രായങ്ങളും സമീപനങ്ങളും വലിയ പ്രാധാന്യമുള്ളതാണ്. ഇപ്പോഴത്തെ വലിയ വിഷയം എന്ന് പറയുന്നത് പാലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ഇറാൻ സംസാരിക്കുമോ എന്ന് പോലും ലോകം പേടിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം അറേബ്യൻ രാജ്യങ്ങൾക്ക് അത്ര നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കില്ല. കാരണം അറേബ്യൻ രാജ്യങ്ങൾക്ക് വേണ്ടി ഇറാനുമായിട്ട് ഒരു ഏറ്റുമുട്ടാൻ ഇനി ഒരിക്കലും അമേരിക്ക തയ്യാറാകില്ല എന്ന് പറയുന്ന സമയത്ത് ഇറാൻ അവിടെ ഒരു മേൽക്കോയ്മ വരുന്നു. അങ്ങനെ വരുന്ന സമയത്ത് അറേബ്യൻ രാജ്യങ്ങൾ അവർ പറയപ്പെട്ട നഷ്ടപരിഹാരം ഘട്ടം ഘട്ടമായിട്ടെങ്കിലും ഒരുപക്ഷെ നൽകേണ്ടി വരും എന്നുകൂടി രാഷ്ട്രീയമായ രീതിയിൽ നമുക്ക് വിലയിരുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.